എന്താണ് E32 ലോറ മൊഡ്യൂൾ? പ്രധാനമായും വളരെ ദൂരേക്ക് വയർലെസ്സായി ഡാറ്റ അയക്കാനും സ്വീകരിക്കാനും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. സാധാരണ വൈഫൈ, ബ്ലൂടൂത്ത് എന്നിവയ്ക്ക് കുറഞ്ഞ ദൂരപരിധി മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് 10 മുതൽ 100 മീറ്റർ വരെ. എന്നാൽ E32 ലോറ മൊഡ്യൂൾ ഉപയോഗിച്ചാൽ 3 കിലോമീറ്റർ മുതൽ 8 കിലോമീറ്റർ വരെ ദൂരത്തേക്ക് ഡാറ്റ വളരെ എളുപ്പത്തിൽ കൈമാറാൻ സാധിക്കും. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ? ഒന്ന്, സ്മാർട്ട് അഗ്രികൾച്ചറാണ്. കൃഷിയിടങ്ങളിലെ മണ്ണിൻ്റെ ഈർപ്പം, താപനില എന്നിവ അളക്കുന്ന സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങൾ കിലോമീറ്ററുകൾ അകലെയുള്ള വീട്ടിലോ കൺട്രോൾ റൂമിലോ എത്തിക്കാൻ ഇത് സഹായിക്കും. രണ്ടാമത്തേത്, ഹോം ആൻഡ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനാണ്. വലിയ ഫാക്ടറികളിലോ വ്യവസായശാലകളിലോ ഉള്ള മെഷീനുകളെ ദൂരെ ഇരുന്ന് നിയന്ത്രിക്കാനും അവയുടെ പ്രവർത്തനം നിരീക്ഷിക്കാനും ഇതിലൂടെ സാധിക്കും. മൂന്നാമത്തേത്, റിമോട്ട് മോണിറ്ററിംഗ് ആണ്. വാട്ടർ ടാങ്കുകളിലെ ജലനിരപ്പ്, സോളാർ പാനലുകളുടെ പ്രവർത്തനം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവ ദൂരത്ത് നിന്നും ട്രാക്ക് ചെയ്യാൻ ഇത് ഉപയോഗിച്ച് സാധിക്കും. നാലാമത്തേത്, സ്മാർട്ട് മീറ്ററിംഗ് ആണ്. വീടുകളിലെ വാട്ടർ മീറ്റർ, ഇലക്ട്രിസിറ്റി മീറ്റർ എന്നിവയിലെ റീഡിംഗ് ജീവനക്കാർ നേരിട്ട് വരാതെ തന്നെ വയർലെസ് ആയി ഓഫീസിലേക്ക് അയക്കാൻ വിദേശ രാജ്യങ്ങളിൽ ഇത് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. അഞ്ചാമത്തേത്, ഡ്രോണുകളുടെയും റോബോട്ടിക്സിൻ്റെയും ഉപയോഗമാണ്. ദൂരെയുള്ള റോബോട്ടുകളെയോ ഡ്രോണുകളെയോ നിയന്ത്രിക്കാനുള്ള സിഗ്നലുകൾ കൈമാറാൻ ലോറ ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ് E32 ലോറ നമ്മൾ ഇതിനായി തിരഞ്ഞെടുക്കുന്നത്? ഒന്നാമത്തെ കാരണം കുറഞ്ഞ പവർ ഉപയോഗം തന്നെയാണ്. ഇത് വളരെ കുറഞ്ഞ വൈദ്യുതി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് ചെറിയ ഒരു ബാറ്ററി ഉപയോഗിച്ച് വർഷങ്ങളോളം ഈ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാം. രണ്ടാമത്തെ കാരണം ഇതിൻ്റെ തടസ്സരഹിതമായ സിഗ്നലാണ്. കെട്ടിടങ്ങളോ മരങ്ങളോ ഉള്ള തടസ്സങ്ങളെ മറികടന്ന് സിഗ്നലുകൾ കൃത്യമായി എത്തിക്കാൻ ഇതിലെ സ്പ്രെഡ് സ്പെക്ട്രം സാങ്കേതികവിദ്യക്ക് കഴിയും. ഉപയോഗിക്കാൻ എളുപ്പമാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇതിൽ UART അഥവാ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് ആണ് ഉള്ളത്. അതിനാൽ ആർഡിനോ, റാസ്ബെറി, ESP32 തുടങ്ങിയ മൈക്രോ കൺട്രോളറുകളുമായി വളരെ എളുപ്പത്തിൽ ഇതിന് കണക്ട് ചെയ്യാം. ഇൻ്റർനെറ്റോ മൊബൈൽ നെറ്റ്വർക്കോ ഇല്ലാതെ ദൂരസ്ഥലങ്ങളിൽ പോലും കുറഞ്ഞ ചെലവിൽ സ്വന്തമായ ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് E32 ലോറ മൊഡ്യൂൾ ഉപയോഗിക്കുന്നത്. ഇവ പല മോഡലുകളിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അവ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിയും ഔട്ട്പുട്ട് പവറും വ്യത്യസ്തമാണ്. വ്യത്യസ്ത രാജ്യങ്ങളിലെ നിയമങ്ങൾ അനുസരിച്ച് E32 മൊഡ്യൂളുകൾ പ്രധാനമായും 3 ഫ്രീക്വൻസി ബാൻഡുകളിൽ ലഭ്യമാണ്. ഒന്ന് 433 MHz ആണ്. ഇതാണ് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന E32 ലോറ. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ ലോറ ഉപയോഗിക്കാൻ ഈ 433 MHz ഉപയോഗിക്കാവുന്നതാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടുതലായി 868 MHz ആണ് ഉപയോഗിക്കുന്നത്. USA, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ 915 MHz ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങുന്ന 2 മൊഡ്യൂളുകൾ തമ്മിൽ ഡാറ്റ കൈമാറണമെങ്കിൽ അവ രണ്ടും ഒരേ ഫ്രീക്വൻസിയിലുള്ളവ ആയിരിക്കണമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവയുടെ ഔട്ട്പുട്ട് പവർ എത്രയാണ്? E32 സീരീസിൽ പ്രധാനമായി 2 തരത്തിലുള്ള പവർ വേരിയന്റുകളാണ് ഇപ്പോഴുള്ളത്. E32 T20D മോഡലിന് 20 dBm അഥവാ 100 മില്ലിവാട്ട് ആണ് പവർ. ഏകദേശം 3 കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയിൽ ഇത് ഉപയോഗിക്കാം. E32 T30D മോഡലിന് 30 dBm അഥവാ 1000 മില്ലിവാട്ട് ആണ് പവർ. ഏകദേശം 8 കിലോമീറ്റർ വരെ ഇത് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് കൂടുതൽ ദൂരത്തേക്ക് ഡാറ്റ അയക്കുന്ന ആവശ്യങ്ങളുണ്ടെങ്കിൽ 1 വാട്ട് പവറുള്ള T30D മോഡൽ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഇതിന് സാധാരണ മോഡലിനേക്കാൾ അല്പം കൂടുതൽ ഊർജം ആവശ്യമായി വരും. സാധാരണ രീതിയിൽ E32 ലോറ മൊഡ്യൂൾ നേരിട്ട് വോയിസ് കമ്മ്യൂണിക്കേഷന്, അതായത് മൊബൈൽ ഫോൺ പോലെയോ വോക്കി ടാക്കി പോലെയോ സംസാരിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പ്രധാനമായി 2 കാരണങ്ങളാണുള്ളത്. ലോറ സാങ്കേതിക വിദ്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സെൻസർ വിവരങ്ങൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ, ലൊക്കേഷൻ വിവരങ്ങൾ തുടങ്ങിയ വളരെ ചെറിയ ഡാറ്റ വളരെ ദൂരത്തേക്ക് അയക്കാൻ വേണ്ടിയാണ്. ശബ്ദം തത്സമയം കൈമാറാൻ ഉയർന്ന സ്പീഡ് ആവശ്യമാണ്. എന്നാൽ E32വിന്റെ സ്പീഡ് അതിന് പര്യാപ്തമല്ല. ലോറയിൽ ഡാറ്റ അയക്കുമ്പോൾ ചെറിയൊരു സമയതാമസം, അതായത് ലാറ്റൻസി ഉണ്ടാകും. സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ലാറ്റൻസി വരുന്നതിനാൽ
വോയിസ് കമ്മ്യൂണിക്കേഷന് ഇത് അനുയോജ്യമല്ല. ചില പ്രത്യേക കോഡിങ്ങിലൂടെയും അഡീഷണൽ ഹാർഡ്വെയർ ഉപയോഗിച്ചും ഇത് പരിമിതമായി ചെയ്യാൻ സാധിക്കും. മൈക്രോഫോണിൽ നിന്നുള്ള ശബ്ദത്തെ വളരെ ചെറിയ ഡിജിറ്റൽ ഡാറ്റയായി കംപ്രസ് ചെയ്ത് ഉപയോഗിച്ച് വോക്കി ടോക്കി പോലെ പുഷ് ടു ടാക്ക് രീതിയിൽ ചെറിയ വോയിസ് ക്ലിപ്പുകളായി അയക്കാൻ ഇതിലൂടെ സാധിക്കും. പക്ഷേ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി വളരെ കുറവായിരിക്കുമെന്നത് പ്രത്യേകം ഓർക്കുക. എങ്കിലും ശബ്ദം റെക്കോർഡ് ചെയ്ത് ചെറിയ വോയിസ് മെസ്സേജുകളായി മറുപുറത്തേക്ക് അയക്കാൻ ഇതിലൂടെ സാധിക്കും. തത്സമയം ഫോണിൽ സംസാരിക്കുന്നത് പോലെ ക്ലിയറായ വോയിസ് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ ലോറയ്ക്ക് പകരം RF ഓഡിയോ മൊഡ്യൂൾ, ഉദാഹരണത്തിന് വാക്കി ടോക്കി ചിപ്പുകൾ അല്ലെങ്കിൽ വൈഫൈ, ബ്ലൂടൂത്ത് അധിഷ്ഠിത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ടെക്സ്റ്റ് മെസ്സേജുകളും സെൻസർ ഡാറ്റയും അയക്കാൻ ഇതൊരു മികച്ച സംവിധാനമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട.